അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് നമ്മളെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടുന്നില്ലായിരുന്നു, ക്ഷമിക്കുക. നമുക്ക് പുതിയ വീഡിയോയെ പറ്റി പറയാം. ഇത് പാലാ രാമപുരം റൂട്ടിൽ പാലാ ടൗണിൽ നിന്ന് വെറും 1.75 കിലോമീറ്ററിനുള്ളിൽ ടൗണിൽ നിന്നും അടുത്തും ടൗൺ ലിമിറ്റിനകത്തുമായിട്ട് നിൽക്കുന്നൊരു വീടാണ്. 12 സെൻറ്റ് സ്ഥലത്തിൽ 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡായിട്ട് ചെയ്തിരിക്കുന്നൊരു വീടാണ്. വിശാലമായ സിറ്റ് ഔട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് വീടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുന്നത്. വീടിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഫുൾ ടീക്വുഡാണ്, അതായത് നാടൻ തേക്കിലാണ് വീടിൻ്റെ തടി കാര്യങ്ങളും ഫർണിഷിങ്ങും ചെയ്തിരിക്കുന്നത്. കബോർഡ്സ് കാര്യങ്ങളെല്ലാം അതിലാണ് വന്നിരിക്കുന്നത്. ടൈൽസ് കാര്യങ്ങളെല്ലാം വലിയ ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം വീടിനെപ്പറ്റി പറയുകയാണെങ്കിൽ വിശാലമായ മിറ്റവും കാര്യങ്ങളും ഉണ്ട്. വിശാലമായ ഏരിയ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നൊരു വീടാണ്. നല്ല രീതിയിൽ സ്പേസ് നമുക്ക് കാണും വീടിൻ്റെ അകത്തും പുറത്തും. ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കിച്ചണാണ്. കിച്ചൻ്റെ കബോർഡ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് മാച്ച് ചെയ്ത് തന്നെ നല്ലൊരു ടൈൽസാണ് നമ്മുടെ ഫ്ലോർ ചെയ്തിരിക്കുന്നത്. കബോർഡ്സിന് ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്, കട്ട്ലറി കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അപ്പം അത് കഴിഞ്ഞ് നമ്മളിത് ബെഡ്റൂമിലേക്ക് വരികയാണ്. ഇതാണ് ഒരു വാഷ് ഏരിയ വരുന്നത്. വാഷ് ഏരിയയ്ക്കകത്തും നമുക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട്. അപ്പോൾ ഇതൊരു ബെഡ്റൂമാണ്, നമ്മുടെ കിച്ചനോട് ചേർന്നുള്ളൊരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിന് നമുക്ക് ഡ്രസ്സ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു കബോർഡ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റിൽ നമുക്ക് ഡൈവേർട്ടർ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ഹോട്ട് വാട്ടറിൻ്റെ ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും തിരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിശാലമായൊരു ഹോളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഹോളിൻ്റെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ വളരെ നല്ല സീലിംഗ് കാര്യങ്ങളെല്ലാം കാണാം. എല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഈ പാർട്ടീഷൻ താഴെ നമുക്ക് കബോർഡ്സ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സ്റ്റോറേജ് ഉണ്ടെങ്കിൽ. ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇത് നല്ല വിശാലമായ സ്പേസ് ഇഷ്ടംപോലെ ഉണ്ട്. ആ സ്പേസിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ഇട്ടാൽ ഒരു തടസ്സം വരാത്ത രീതിയിലുള്ള ഏരിയ നമുക്ക് കാണാം. അപ്പം ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ വ്യൂ വരുന്നത്. ടോയ്ലറ്റ്സ് നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ തിരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹോട്ട് വാട്ടറിൻ്റെ ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ വീട്ടിലെ. ആ മൂന്നാമത്തെ ബെഡ്റൂമിൽ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ഡ്രസ്സ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ടോയ്ലറ്റ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു വീട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നൊരു വർക്കാണ്. പണിയുടെ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും ഓണർ അതിൻ്റേതായ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണമായ ഒരു രൂപം നമുക്ക് കാണാൻ പറ്റും. നല്ല രീതിയിലുള്ള സ്റ്റീൽസ് സിമെൻറ്റ്സ് എല്ലാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ നാലാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് ടോയ്ലറ്റ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പം നാലാമത്തെ ബെഡ്റൂമിൽ നമുക്ക് ഡ്രസ്സ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്കുള്ളൊരു വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രസകരമായ ഒരു വ്യൂ ആണ്. വിശാലമായ മുറ്റം, നീളമുള്ളൊരു സിറ്റ് ഔട്ട്, തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ട്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പം ഈ വീടിൻ്റെ ഡീറ്റെയിലിനെ പറ്റി അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഫ്രണ്ടിലേക്കുള്ള വഴി നമ്മുടെ മെയിൻ റോഡിലേക്ക് ടച്ച് ചെയ്യുന്നതാണ്. 100 മീറ്റർ മാത്രമേ ഉള്ളൂ കവലയിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാനായിട്ട്. അപ്പം കിണർ വെള്ളമുണ്ട്, വറ്റാത്ത വെള്ളമാണ്. സൈഡിലേക്ക് നമുക്കൊരു വിശാലമായൊരു മുറ്റം കാണാം. അവിടെ നമുക്കൊരു ചെറിയ സിറ്റ് ഔട്ട് പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്കിലേക്ക്. അപ്പോൾ ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽ അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു.